ഒന്ന് വേഗം ചെയ്യ, എനിക്ക് ചാടാനുള്ളതാ. ഇമിലി, ഇനി നീ ഒന്ന് ചാട്. ചുൾബുൾ, നീ ഇമിലി ചാടിക്കഴിഞ്ഞിട്ട് ചാടണം കേട്ടോ. ഗുഡ് മോർണിംഗ് ചെഡ്ഡ അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ സമയമില്ല, ആന്റിയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാനുള്ളതാ. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നത്? എന്നെ വലിച്ചോണ്ട് എങ്ങോട്ടേ പോകുന്നു? അയ്യോ, ഇതെന്താ കാണിച്ചേ? എന്നെ ഇട്ടേച്ച് എങ്ങോട്ടാ പോയത്? അച്ഛാ, 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 ഒന്നവിടെ നിൽക്ക്. അച്ഛാ, അച്ഛാ, അവിടെ നിന്ന് നിൽക്കുന്നുണ്ടോ? ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെ. അവിടെ എങ്ങാനും നിന്നിരുന്ന നമുക്ക് പണി കിട്ടിയേനെ. നിനക്ക് എന്ത് പറ്റി മുന്നു? നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? ഗ്രാമത്തിൽ എന്റെ മുത്തശ്ശി സുഖയിലാണ്ടിരിക്കുക. എനിക്ക് മുത്തശ്ശിയെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അച്ഛന് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല. എന്റെ കയ്യിൽ പറക്കുന്ന ഒരു ചിറക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് മുത്തശ്ശിന്റെ അടുത്ത് പോയേനെ. നീ വിഷമിക്കണ്ട മുന്നു, ഞാൻ ചിറകുകൾ നിനക്ക് ഉണ്ടാക്കി തരാം. അപ്പൊ നിനക്ക് പറന്നു പോവാലോ നിന്റെ മുത്തശ്ശിയെ കാണാൻ. സത്യാണോ വീർ? നീ എനിക്ക് പറക്കുന്ന ചിറകുണ്ടാക്കി തരുവോ? എപ്പോഴാ തരുവാ? അതൊക്കെ തരാം. ഇപ്പൊ ഞാൻ സ്കൂളിൽ പോവാണ്. നാളെ എനിക്ക് സ്കൂൾ അവധിയാ. അപ്പൊ നാളെ നിനക്ക് ഞാൻ ചിറകുകൾ ഉണ്ടാക്കി തരാം. എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാലോ. എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാലോ. എവിടെ ഇപ്പൊ ഇരിക്കുക? ആ, സ്ഥലം കിട്ടിപ്പോയി. സിസ്റ്റം സ്റ്റാർട്ട്. How to make wings? അത് ശരി, ഇങ്ങനെയാണ് വിങ്സ് ഉണ്ടാക്കുന്നേ. ഈ വീർ ഇതെവിടേക്കാ പോയത്? അത് ശരി, നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കയാ. നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ എന്തിനാണ് എന്റെ അച്ഛന്റെ കാറ് ട്രക്കിനോട് ചേർത്ത് കെട്ടിവെച്ചേ? ഓ, എന്ത് കണ്ടോണ്ട് നിക്ക? വീറിനെ വേഗം രക്ഷിക്ക്. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർക്ക് സംശയം തോന്നാത്ത രീതി വേണം മന്ത്രവിദ്യ പുറത്തെടുക്കാൻ. എന്താ അവിടെ എത്ര ബഹളം? എന്തായി സംഭവിക്കുന്നത്? ഇല്ലില്ലില്ല, ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ഇതെന്റെ ശരീരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാ. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല മാം. ഇത് സത്യമായിട്ട് ഞാനല്ല. വേണ്ട. തോന്നിയവാസി എന്തായി കാണിച്ചേ? വാ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക്. ഞാനൊന്നും ചെയ്തില്ല. അതെ വീർ, ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ചിറകുണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ചോ? പറക്കാൻ പറ്റുന്ന ചിറകുകൾ ഉണ്ടാക്കുന്നത് ഇമ്പോസിബിളാ. ഇമ്പോസിബിൾ ആയ കാര്യം പോസിബിൾ ആക്കുന്നവരെയാണ് വീരനെന്ന് വിളിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ജിണ്ടുവിനെ വിളിക്കുന്ന നല്ലത്. അവൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ വിളിച്ച ഉടനെ ദേ ഞാൻ ഓടിയെത്തി. എന്താണ് വേണ്ടതെന്ന് ആജ്ഞാപിച്ചോളൂ. എനിക്ക് പറക്കാൻ പറ്റുന്ന ചിറകുകൾ വേണം ഇപ്പോ.
അങ്ങയുടെ ആജ്ഞ നിറവേറ്റുന്നതാണ്. ഇതാ പിടിച്ചോളൂ, പറക്കാൻ പറ്റുന്ന ചിറകുകൾ. യേ! എനിക്ക് ചിറകുകൾ കിട്ടിയേ. വൗ! ആഹാ. ഹൂ. നമുക്ക് പറന്നു നോക്കാം. ആഹാ. ആഹാ! നല്ല രസമുണ്ട്. വൗ! എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങോട്ട് നോക്കൂ ചുൾബുൾ, നല്ല രസമുണ്ട്. ചുൾബുൾ, ആ പൈലറ്റ് നമ്മളെ കണ്ടു കഴിഞ്ഞു. ഇനി ഇങ്ങനെ പറന്ന് എല്ലാവരും നമ്മളെ കാണും. അപ്പൊ നമ്മൾ എല്ലാവരോടും എന്ത് പറയും? ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. നമുക്കിവിടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കാം. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു കഴുത പറക്കുന്നത്. ഇനി അവസരം കിട്ടിയില്ലെങ്കിലോ? ഇല്ല, നമ്മളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ജിണ്ടു, ജിണ്ടു, ആ, ആ, ആ. ഇങ്ങനത്തെ ചിറകുകൾ ഞങ്ങൾക്ക് വേണ്ട ചിണ്ടു. ഓക്കേ ബോസ്. നിങ്ങൾക്ക് ഏത് ചിറകാ വേണ്ട? വേഗം എന്നോടൊന്ന് പറയൂ. ഇന്ന് തൽക്കാലം അവൻ രക്ഷപ്പെട്ടു. ഇനി എന്റെ കൈ കിട്ടിയാ ഇടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. വീർ, നിന്റെ കാല് വേഗം റിപ്പയർ ചെയ്. വീർ, അപ്പൂപ്പ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നിന്റെ ഒരു കാര്യം, കുട്ടികളെ പോലെ എന്നും കഥ കേൾക്കാനായി വന്നോളൂ അവൻ. ഞാൻ കുട്ടിയാണല്ലോ, അല്ലേ അപ്പൂപ്പ? അത് ശരി. എന്നാ കേട്ടോ, ഒരിടത്തൊരു മഹാനായ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ ദേശത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനുമായൊക്കെ ഒരിക്കലൊരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടാക്കി. ഈ ഹ്യൂമനോയിഡ് റോബോട്ട് എന്താണെന്നറിയോ? മനുഷ്യനെ പോലെ എല്ലാ ജോലികളും അതിനും ചെയ്യാൻ സാധിക്കും. മനുഷ്യനെ പോലെ ചിന്തിക്കാനും സാധിക്കും. അവർക്കെല്ലാ വികാരങ്ങളും മനസ്സിലാക്കുവാനും സാധിക്കും. അതൊരു മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ മനുഷ്യനേക്കാൾ കൂടുതൽ പവർഫുള്ളായിരുന്നു. മനുഷ്യരിൽ പൊതുവെ കാണാൻ സാധിക്കാത്ത ഒരു അത്ഭുത ശക്തി ആ റോബോട്ടുകൾക്കും ഉണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ ഡോക്ടർ സാർ. ലോകത്തിതേവരെ ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള റോബോട്ടിനെയാണ് താങ്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഐ വിൽ സീ യു സൂൺ. മിസ്റ്റർ, ഈ റോബോട്ട് ഞങ്ങൾക്ക് വിട്ടു തന്നേക്കോ. എന്നിട്ട് അത് ഉണ്ടാക്കാനുള്ള ഫോർമുലയും പറഞ്ഞതാ. പ്രതിഫലമായി നിങ്ങൾ ചോദിക്കുന്നത് എന്തും നൽകും. മനസ്സിലായോ? നിങ്ങൾക്കൊരിക്കലും ഈ റോബോട്ടിനെയും അതിന്റെ ഫോർമുലയും ഞാൻ വിട്ടുതരില്ല. വിഡ്ഢിത്തം പുലമ്പാതടോ. ആലോചിക്ക്. ഇതുപോലെയുള്ള റോബോട്ടുകളെ വെച്ച് വലിയ സൈന്യമുണ്ടാക്കിയാൽ നമുക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കുവാൻ സാധിക്കും. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ഇതിന് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകും. താൻ ഇതിന്റെ വില പറ. ആ സയന്റിസ്റ്റ് തന്റെ റോബോട്ടിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് ആ റോബോട്ടിന് ഒരു മിടുക്കനായ കുട്ടിയുടെ രൂപം നൽകി. പുതിയൊരു പേരും കൊടുത്തു. എന്നിട്ട് ആ റോബോട്ടിന് കൊടുത്ത പേരാണ് വീർ. ആ സയന്റിസ്റ്റിന്റെ പേര് പ്രേം സഹായ്. അല്ലേ അപ്പൂപ്പ? എപ്പോ ചോദിച്ചാലും ഈ കഥ മാത്രമേ പറയൂ. അല്ല അപ്പൂപ്പ, എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്ന ആളുടെ പേരെന്താ? എന്താടാ ഇത്? നീ പോയി ഉറങ്ങ്. നിന്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സമയമായി. ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിലേ നാളെ നിനക്കൊന്നും ചെയ്യാനുള്ള പവർ ഉണ്ടാവുകയില്ല. അപ്പൂപ്പ, അയാളുടെ പേരൊന്ന് പറഞ്ഞതാ. ആരാ എന്നെ മോഷ്ടിക്കാൻ വന്നത്? അയാളുടെ പേരാണ് മാഡ് മാക്സ്. അയാള് നിന്നെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ്, ഭീരുക്കളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്. ഇത്ര നാളായിട്ടും ആ പ്രേം സായുടെ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കായില്ലേ? മാഡ് മാക്സ് ഈസ് മാഡ്, വെരി വെരി മാഡ്. You're genius. You're super genius, boss. യെസ് ബോസ്, യെസ് ബോസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, അവള് പറഞ്ഞത് ശരിയാണ്. ദാ അങ്ങോട്ട് നോക്കൂ, അങ്ങുണ്ടാക്കിയ ശക്തിശാലിയായ റോബോട്ട് തയ്യാറാണ് ബോസ്. അങ്ങെന്തു പറഞ്ഞാലും ഞാൻ അതനുസരിക്കുന്നതാണ്. ആ പ്രേം സായുടെ റോബോട്ടിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഡോക്ടർ പ്രേം സായ്, ഇനി തന്റെ ആ റോബോട്ടിനെ ഈ ലോകത്താർക്കും സഹായിക്കാനാവില്ല. സിസ്റ്റം സ്റ്റാർട്ട്. ഇപ്പൊ മനസ്സിലായി പറക്കാനുള്ള ചരക്കുകൾ എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന്. ചുൾബുൾ, ഈ തുണിയൊന്ന് പിടിച്ചേ. నువ్వు పెట్టిన గురి అస్సలు బాలేదు. ఇప్పుడు తగులుతుంది చూడు. ఇప్పుడు తగిలింది. చూసావా, నాకు గురి పెట్టడం బాగానే వచ్చు. చూడు, అంకుల్ డ్రైవింగ్ చాలా డేంజరస్ గా ఉంది. అటు చూడు వీర్, బంటి డ్రైవింగ్ ఇంకా డేంజరస్ గా ఉంటుంది. వీర్, అటు చూడు, బంటి మన గుర్రాన్ని గుద్దేశాడు. త్వరగా పద. బంటి, ఏంటి నువ్వు చేసిన పని? నా గుర్రం ఇప్పుడు రేస్ లో పార్టిసిపేట్ చేయలేదు. ఇప్పుడు నీ వల్ల నాకు 5 లక్షల నష్టం వచ్చింది. ఏంటి 5 లక్షల నష్టమా? ఎందుకు అంకుల్? ఈ సండే నేషనల్ హార్స్ రేస్ ఉంది. దానికి ఫస్ట్ ప్రైజ్ 5 లక్షల వరకు ఉంటుంది. నా విరిగిపోయిన ఇంటిని రిపేర్ చేసుకోవడానికి నాకు డబ్బులు చాలా అవసరం. కానీ ఏం చెయ్యను, ఇప్పుడు నా గుర్రం పరిగెత్తలేదు. ఓహో అంకుల్, నాకేం తెలుసు మీరు ఇలా ఉన్నట్టుండి రోడ్డు మధ్యలో నిలబడతారని. అయినా కూడా మీ గుర్రం రేస్ లో నా టైగర్ ని ఓడించి గెలవలేదు. నా టైగర్ కూడా ఈ రేసులో పార్టిసిపేట్ చేస్తోంది. నీ టైగర్ ని నా చుల్బుల్ ఈజీగా ఓడిస్తుంది. నా చుల్బుల్ ని రేస్ లో పార్టిసిపేట్ చేయించారంటే మీరు తప్పకుండా 5 లక్షలు గెలుచుకుంటారు. నా టైగర్ ని చుల్బుల్ ఓడిస్తుందా? అయితే రేస్ పెట్టుకుందామా? అప్పుడు చూద్దాం ఎవరు గెలుస్తారు. ఒకవేళ నీ చుల్బుల్ గెలిస్తే అప్పుడు మా నాన్న ఈయనకి 5 లక్షలు ఇస్తారు. అసలు ఏమైంది బంటి? బంటి మా అంకుల్ గుర్రాన్ని గుద్దేశాడు. దాని వల్ల ఇప్పుడు మా నాన్న గుర్రం రేస్ లో గెలవలేడు అంకుల్. అంకుల్ 5 లక్షల రూపాయలని బంటియే పోగొట్టేశాడు. నాన్న ఒకవేళ చుల్బుల్ గెలిస్తే అప్పుడు మీరు ఈయనకి 5 లక్షల రూపాయలు ఇవ్వాల్సి ఉంటుంది. ఓకే ఓకే, శాంతించండి. ఎలాగో మా అబ్బాయి చెప్పేశాడు కాబట్టి ఇక నేను దాన్ని వెనక్కి తీసుకోను. ఒకవేళ చుల్బుల్ గెలిస్తే అప్పుడు నేను ఎమిలీ వాళ్ళ నాన్నకి 5 లక్షలు ఇస్తాను. గుడ్ మార్నింగ్ చండా అంకుల్. గుడ్ మార్నింగ్ వీర్. అంకుల్ మీకేం కాలేదుగా? అంకుల్ మీరు ముందు చూస్తూ నడపాలిగా. నువ్వే పిలిచావు, అందుకే నేను నిన్ను చూస్తూ ఉండిపోయా. ఇప్పటి నుంచి ఇంకెప్పుడు నేను వెళ్తున్నప్పుడు నన్ను పిలవద్దు, అర్థమైందా?
ఓకే అంకుల్, సారీ అంకుల్, ఇంకెప్పుడు వాళ్ళ పిలువను. అయ్యో గట్టిగా పట్టుకోరా, పడిపోతుంది. కరెంట్ త్వరగా వచ్చేలా చేయమని దేవుని కోరుకోండి. అలా చూడండి, ఆ ముందున్న వైరు ఎలా తెగిపోయిందో తెలీదు, కానీ కరెంట్ మాత్రం పోయింది. ఇవాళ సండే కదా, కరెంట్ ఆఫీస్ వాళ్ళు ఎవరు ఫోన్ ఎత్తడం లేదు. నేను విన్నదాని ప్రకారం ఎక్కడైతే కరెంట్ పోతుందో అక్కడ దొంగతనాలు జరుగుతాయంట. శుభం పలకవే, పెళ్లి సామాన్లన్నీ ఇంట్లోనే ఉన్నాయి. అబ్బా, మన దగ్గర ఒక జనరేటర్ ఉంటే బాగుండేది. మీరేం టెన్షన్ పడకండి అంకుల్, కరెంట్ వచ్చేస్తుంది. అబ్బో వచ్చారండి, జరగబోయే భవిష్యత్తు చెప్పే పెద్ద స్వామీజీ. జై స్వామీజీ. ఇమ్లీ నువ్వేమైనా అనుకో, కానీ అక్క పెళ్లి మాత్రం ధూమ్ధామ్గా అలాగే లైటింగ్ లోనే జరుగుతుంది. ఏదో మహాపురుష మాట అయితే బాగా ఇచ్చోకని కరెంట్ ఎలా తిప్పిస్తావు. ఇక చిటికేసి చింటూని పిలు, అతనే నీకు సహాయం చేయగలడు. సరిగ్గా చెప్పు చుల్బుల్. నేను వచ్చేసాను, మరి విషయం ఏమిటో కూడా చెప్పు. ఇవాళ రాత్రి శాలిని అక్క పెళ్లి, కాబట్టి రాత్రంతా లైటింగ్ తో దద్దరిల్లేలా చేయాలి. ఓకే బాస్. అసలు ఏం చేస్తున్నావు నువ్వు? లైటింగ్ దద్దరిల్లేలా చేయమంటే ఇలా చేయమని కాదు, అలా చేయడం ఆపే త్వరగా. ఎప్పుడో తిడుతూనే ఉంటాడు.